ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല രുചിയുള്ള ഗ്രീൻ പീസ് കറിയാണ്. വളരെ സിമ്പിളായിട്ട് കുക്കറിലാണ് നമ്മൾ ഈ ഒരു ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നത്. എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ കഴിയുന്ന ഈ ഒരു ഗ്രീൻ പീസ് കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഗ്രീൻ പീസ് കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രീൻ പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഗ്രീൻ പീസ് 200 ഗ്രാം അളവിലുണ്ട്. തലേന്ന് രാത്രി തന്നെ നല്ലതുപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്തിയെടുത്തിട്ടുള്ള ഗ്രീൻ പീസാണിത്. അപ്പോൾ നമുക്ക് കറി തയ്യാറാക്കി തുടങ്ങാം. അതിനു വേണ്ടിയിട്ട് കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ ചൂടായി വന്നപ്പോൾ കനം കുറച്ചരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 2 സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള വഴറ്റി കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. സവാള നല്ലതുപോലൊന്ന് വാടി വരണം. അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. സവാള നല്ലതുപോലൊന്ന് വഴറ്റിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിവിടെ 3 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ സവാള നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് കുതിർത്തിയെടുത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമ്മളിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഗ്യാസ് ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ലോ ഫ്ലെയിമിൽ 5-6 മിനിറ്റോളമാണ് നമ്മളിവിടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന കുക്കറും അതുപോലെ തന്നെ എടുക്കുന്ന ഗ്രീൻ പീസും അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ഇതിവിടെ കുക്കായി വരട്ടെ. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 10 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 2 ഏലയ്ക്ക, 1 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട എന്നിവയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ദാ ഇവിടെ ഇപ്പോൾ ഇത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ പീസ് കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ കുക്കറിൽ നിന്ന് പ്രഷർ എല്ലാം പോയിട്ടുണ്ട്. ഗ്രീൻ പീസ് നമുക്കിവിടെ നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നാളികേരത്തിൻ്റെ അരപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി എത്രത്തോളം ലൂസായിട്ട് ആവശ്യമുണ്ടോ ആ ഒരളവിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അരപ്പ് ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കണം. ഈ ഒരു ടൈമിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഫൈനലി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ഈ ഗ്രീൻ പീസ് കറിക്ക് പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ എരിവ് നോക്കിയിട്ട് ഈ ഒരു ടൈമിൽ ആവശ്യത്തിന് വേണ്ട കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ്. ചപ്പാത്തി, അപ്പം, ഇടിയപ്പം എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഈ ഒരു ഗ്രീൻ പീസ് കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഉറപ്പായിട്ടും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.